നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന തിയറാണ് ദ തിയറം ഓഫ് ലഗ്രാഞ്ച് ഓർ ലഗ്രാഞ്ചസ് തിയറം എന്നുള്ളത്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയ തിയറാണ്. നമ്മളെ ഗ്രൂപ്പ് തിയറിയിൽ ഏറ്റവും കോസെറ്റും അതേപോലെ സബ് ഗ്രൂപ്പിൻ്റെ ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു തിയറാണ് ദ തിയറം ഓഫ് ലഗ്രാഞ്ച്. അപ്പോൾ ഈ തിയറം പഠിക്കുന്നതിന് മുന്നേ ഒരു ലെമ്മ നമുക്ക് ആവശ്യമാണ്. ഈ തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെമ്മയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. എവറി കോസെറ്റ് ദറ്റ് ഈസ് ലെഫ്റ്റ് ഓർ റൈറ്റ്, ലെഫ്റ്റ് കോസെറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റൈറ്റ് കോസെറ്റ് ആയിക്കോട്ടെ, ഓഫ് എ സബ് ഗ്രൂപ്പ് എച്ച് ഓഫ് എ ഗ്രൂപ്പ് ജി ഹാസ് ദ സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ആസ് എച്ച്. അതായത് എച്ച് എന്ന സബ് ഗ്രൂപ്പിന്റെ ഏത് ലെഫ്റ്റ് കോസെറ്റ് എടുത്താലും, അതായത് എ എച്ച്, ബി എച്ച്, ഇങ്ങനെ ഏത് ലെഫ്റ്റ് കോസെറ്റ് എടുത്താലും, അല്ലെങ്കിൽ എച്ച് എ, എച്ച് ബി, ഈ തരത്തിലുള്ള ഏത് റൈറ്റ് കോസെറ്റ് എടുത്താലും, ദ കാർഡിനാലിറ്റി ഓഫ് എ എച്ച് ഇസ് ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ബി എച്ച് ഇസ് ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് എച്ച് എ ഇസ് ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് എച്ച് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏത് ലെഫ്റ്റ് കോസെറ്റോ റൈറ്റ് കോസെറ്റോ എടുത്താലും അതിലെ നമ്പർ ഓഫ് എലമെന്റ്സും നമ്മളെ സബ് ഗ്രൂപ്പിലെ നമ്പർ ഓഫ് എലമെന്റ്സും സെയിം ആയിരിക്കും. അപ്പോൾ എച്ച് എന്ന സെറ്റിനകത്ത് സബ് ഗ്രൂപ്പിനകത്ത് 4 എലമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ഏത് ലെഫ്റ്റ് കോസെറ്റ് എടുത്താലും അതിനകത്ത് 4 എലമെന്റ്സ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എച്ചിൻ്റെ ഏത് റൈറ്റ് കോസെറ്റ് എടുത്താലും അതിനകത്ത് 4 എലമെന്റ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതാണ് നമ്മൾ തിയറം. അതായത് എച്ച് എന്ന സബ് ഗ്രൂപ്പിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടോ അത്ര എലമെന്റ്സ് മാത്രമാണ് എച്ചിൻ്റെ ഏത് സബ് ഗ്രൂപ്പിനകത്തും ഉണ്ടാവുള്ളൂ. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് പ്രൂവ് ചെയ്യണത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലെഫ്റ്റ് കോസെറ്റ് എടുക്കണം. എച്ച് ഒരു ഗ്രൂപ്പ് എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ആർബിട്രറി ആയിട്ടുള്ള ലെഫ്റ്റ് കോസെറ്റ് ആണ് എച്ച്. ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത് കാർഡിനാലിറ്റി ഓഫ് എ എച്ച് ഇസ് ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് എച്ച് എന്നാണ്. അപ്പോൾ കാർഡിനാലിറ്റി ഓഫ് എ എച്ച് ഇസ് ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് എച്ച് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സെറ്റിൻ്റെ കാർഡിനാലിറ്റി സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി, ഒരു സൈ എന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യുക, എച്ച് എന്ന് എ എച്ചിലേക്ക് ഡിഫൈൻ ചെയ്യുക. തിരിച്ചായാലും കുഴപ്പമില്ല, എച്ച് എന്ന് എ എച്ചിലേക്കായാലും എ എച്ച് എന്ന് എച്ചിലേക്ക് ആയാലും കുഴപ്പമില്ല. കാരണം ഇതെന്ത് ചെയ്യുക, ഈ സൈ എന്നത് 1 ആൻഡ് ഓൺ ടു എന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണത്. നമ്മൾ എന്ത് ചെയ്യാണ്, എച്ച് എന്ന് എ എച്ചിലേക്ക് സൈ എന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. ആ സൈ എന്തായാലും എന്ത് ചെയ്യും, 1 ആവണം, ഓൺ ടു ആണ്. ഓക്കെ, അതുപോലെ അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, കാർഡിനാലിറ്റി ഓഫ് എ എച്ച് ഇസ് ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് എച്ച്. ഇനി അടുത്തത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് കാർഡിനാലിറ്റി ഓഫ് എച്ച് എ ഇസ് ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് എച്ച് എന്നാണ്. അപ്പോൾ അവിടെ വേറൊരു ഫംഗ്ഷൻ ഫൈ ഡിഫൈൻ ചെയ്യണം, എച്ച് എന്ന് എ എച്ചിലേക്ക്, സോറി എച്ച് എയിലേക്ക്, എച്ച് എന്ന് സൈ ഫ്രം എച്ച് ടു എച്ച് എ ഡിഫൈൻ ചെയ്യാം. അതും എന്താവുക, 1 ആണോ 2 ആണെന്ന് പ്രൂവ് ചെയ്യുക. അതാണ് നമ്മൾ ലെമ്മയിൽ ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്തു, എച്ച് ഒരു സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ് എടുത്തു. ലെറ്റ് എച്ച് ബി എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഫോർ എനി എ ബിലോങ്സ് ടു ജി കൺസിഡർ ദ ലെഫ്റ്റ് കോസെറ്റ് എ എച്ച്. എ എച്ച് എന്നുള്ള ലെഫ്റ്റ് കോസെറ്റ് എടുത്തു. ഡിഫൈൻ എ ഫംഗ്ഷൻ psi from h to ah defined by psi of h is equal to h. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. ആ ഫംഗ്ഷൻ h എന്ന് ahലേക്കാണ് ഡിഫൈൻ ചെയ്തത്. എന്താണ്, psi of h is equal to ah, psi of x is equal to ax അങ്ങനെ വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ psi എന്ന ഫംഗ്ഷൻ 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു, h1, h2 belongs to capital H എടുത്തു. And suppose psi of h1 is equal to psi of h2. h1, h2 belongs to h എന്ന് എടുത്തു. psi of h1 is equal to psi of h2 സെയിം ചെയ്തു. psi of h1 എന്ന് പറഞ്ഞാൽ എന്താ, that is ah1 is equal to psi of h2 പറഞ്ഞാൽ ah2. അതായത് ഇതിൻ്റെ രണ്ട് സൈഡിലും ആര് കോമൺ ആണ്, എ കോമൺ ആണ്. സോ ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, എ കട്ട് ചെയ്ത് പോവും. വി ഗെറ്റ് h1 is equal to h2.
അപ്പോൾ എന്താണ്, ലെറ്റ് h1 and h2 belongs to h എടുത്തു. സപ്പോസ് ദാറ്റ് psi of h1 is equal to psi of h2 implies ah1 is equal to ah2. By the left cancellation law, we can write h1 is equal to h2. So we get psi of h1 is equal to psi of h2 implies h1 is equal to h2. That is psi is 1 1. Psi എന്നത് 1 1 ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. Then for any h1, h2 belongs to h, psi of h1 is equal to psi of h2 implies ah1 is equal to ah2. That is h1 is equal to h2 by the left cancellation law. That is psi is 1 1. Okay. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം, ഓൺ ടു ആണ് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു, നമ്മളെ കോഡൊമൈനകത്തുനിന്ന്, അതായത് എ എച്ചിനകത്തുനിന്ന് നമ്മൾ എക്സ് എന്നുള്ള സെറ്റ് എടുത്തു. ലെറ്റ് എക്സ് ബിലോങ്സ് ടു എച്ച്. എക്സ് എന്നുള്ളൊരു ആർബിട്രറി എലമെന്റ് ആണ് എ എച്ചിനകത്ത്. അങ്ങനെയാണെങ്കിൽ എ എച്ചിനകത്ത് എലമെന്റ്സ് ഒക്കെ ഏത് രൂപത്തിലാണ്? ദെൻ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സ്മോൾ എച്ച് ഫോർ സം എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച്. അപ്പോൾ എക്സ് നമുക്ക് എന്ത് എഴുതാം, എ എച്ച് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ഇസ് ഈക്വൽ ടു എ എച്ച് എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച്. എച്ച് എന്നുള്ള എലമെന്റ് എവിടെ ഉണ്ടാവും, ക്യാപിറ്റൽ എച്ചിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. എന്താ അതിൻ്റെ അർത്ഥം? സച്ച് ദാറ്റ് psi of h is equal to, psi of h എന്ന് പറഞ്ഞാൽ എന്താണ്, ah is equal to h എന്ന് പറഞ്ഞാൽ ആരാ, x. That is for any x belongs to ah, there exists h belongs to h such that psi of h is equal to x. അപ്പോൾ ah-നകത്ത് ഏതൊരു എലമെന്റ് x എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എലമെന്റ് എവിടെ ഉണ്ട്, h-നകത്തുണ്ട്. ദാറ്റ് ഈസ് psi ഈസ് ഓൺ ടു. അപ്പോൾ psi എന്നത് 1 1 ആണ്, psi എന്നത് എന്താണ്, ഓൺ ടു ആണ്. അതുകൊണ്ട് നൗ ലെറ്റ് എക്സ് ബി എനി എലമെന്റ് ഓഫ് എ എച്ച്. അങ്ങനെ വെച്ചാൽ എ എച്ചിനകത്ത് എല്ലാ എലമെന്റ്സും ഏത് രൂപത്തിലാണ്, എ ഇൻറ്റു സ്മോൾ എച്ച് എന്നുള്ള രൂപത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ psi ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു എ എച്ച് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഫോർ എനി എക്സ് ബിലോങ്സ് ടു എ എച്ച് ദർ എക്സിസ്റ്റ് എച്ച് ബിലോങ്സ് ടു എച്ച് സച്ച് ദാറ്റ് psi ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു എക്സ്. ദാറ്റ് ഈസ് psi ഈസ് 1 1. അപ്പോൾ psi എന്നത് എച്ചിൽ നിന്ന് എ എച്ചിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്, വിച്ച് ഈസ് 1 1 ആൻഡ് ഓൺ ടു. Therefore cardinality of h is equal to cardinality of ah. അതായത് എച്ചിൻ്റെ ഏത് ലെഫ്റ്റ് കോസെറ്റ് എടുത്താലും അതിലെ നമ്പർ ഓഫ് എലമെന്റ്സും എച്ചിനകത്തെ നമ്പർ ഓഫ് എലമെന്റ്സും സെയിം ആയിരിക്കും. ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, റൈറ്റ് കോസെറ്റിന്റെ കാര്യത്തിൽ കൊണ്ട് പ്രൂവ് ചെയ്യണം. അപ്പോൾ റൈറ്റ് കോസെറ്റ് പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം, റൈറ്റ് കോസെറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്തെടുക്കും, ലെറ്റ് 5 ഫ്രം എച്ച് ടു എച്ച് എ. എച്ച് എന്നുള്ള റൈറ്റ് കോസെറ്റിലേക്ക് ഡിഫൈൻ ചെയ്തു. എങ്ങനെ ഡിഫൈൻ ചെയ്യുക, psi ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു എച്ച് എ. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ എ എച്ച് ഡിഫൈൻ ചെയ്തു, എച്ച് എ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, psi ഈസ് 1 1 എന്ന് പ്രൂവ് ചെയ്യാം ആൻഡ് ഓൺ ടു എന്ന് പ്രൂവ് ചെയ്യാം. psi ഈസ് 1 1 ആൻഡ് ഓൺ ടു ആണെങ്കിൽ എച്ചിൻ്റെ കാർഡിനാലിറ്റിയും എച്ച് എയുടെ കാർഡിനാലിറ്റിയും സെയിം ആണെന്ന് പറയാം. അത് നമ്മൾ പ്രൂവ് ചെയ്യുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, സിൻസ് psi ഈസ് ഫംഗ്ഷൻ ഫ്രം എച്ച് ടു എച്ച് ഈസ് 1 1 and on to, therefore ah has the same number of elements as h. Similarly, consider the map 5 from h to ha defined by phi of h is equal to ha. Then we can show that ha has the same number of elements as h. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എച്ചിൻ്റെ ഏത് കോസെറ്റ് എടുത്താലും, ലെഫ്റ്റ് കോസെറ്റ് എടുത്താലും റൈറ്റ് കോസെറ്റ് എടുത്താലും അതിൽ നമ്പർ ഓഫ് എലമെന്റ്സും എച്ചിനകത്തെ നമ്പർ ഓഫ് എലമെന്റ്സും സെയിം ആയിരിക്കും. ഓക്കെ, എലമെന്റ്സ് അല്ല, നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആയിരിക്കും. അപ്പോൾ എച്ച് എന്ന സബ് ഗ്രൂപ്പിനകത്ത് 10 എലമെന്റ്സ് ഉണ്ടെങ്കിൽ
എച്ചിൻ്റെ ഏത് ലെഫ്റ്റ് കോസെറ്റ് എടുത്താലും അല്ലെങ്കിൽ ഏത് റൈറ്റ് കോസെറ്റ് എടുത്താലും അവിടെ നമുക്ക് എത്ര എലമെന്റ്സ് ഉണ്ടാവും? 10 എലമെന്റ്സ് ഉണ്ടാവും. ഇതാണ് നമ്മൾ ലെമ്മ പറയുന്നത്. നെക്സ്റ്റ് നമ്മളെ തിയറാണ് ലഗ്രാഞ്ചസ് തിയറം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. തിയറം ഓഫ് ലഗ്രാഞ്ച്. അപ്പോൾ നമ്മൾ തിയറം ഓഫ് ലഗ്രാഞ്ച് ചോദിച്ചാൽ ആ ലെമ്മ എഴുതണം. ആ ലെമ്മ വെച്ചിട്ടാണ് നമ്മൾ തിയറം പ്രൂവ് ചെയ്യണത്. ഈ തിയറത്തിൽ ആകെ 2 ലൈനേ ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മളെ ലെമ്മയിലാണ് പറയണത്. ഓക്കെ, ലെറ്റ് എച്ച് ബി എ സബ് ഗ്രൂപ്പ് ഓഫ് എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ജി. ജി എന്ന ഗ്രൂപ്പ് ഫൈനൈറ്റ് ആണ്, അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ് എച്ച്. ദെൻ ദ ഓർഡർ ഓഫ് എച്ച് ഈസ് എ ദ ഡിവൈസർ ഓഫ് ദ ഓർഡർ ഓഫ് ജി. അതായത് ജി എന്ന സെറ്റിൻ്റെ ഓർഡർ ഒരു എൻ ആണ്. ആ ജിയുടെ സബ് ഗ്രൂപ്പാണ് ആര്? എച്ച് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. അപ്പോൾ ജി എച്ചിൻ്റെ ഓർഡർ എന്തായിരിക്കണം? അത് ഇസ് ഈക്വൽ ടു എം ആവും, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആവും അല്ലേ? ഇത് നമുക്കറിയാം. എച്ച് എന്നത് എൻ എലമെന്റ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സബ് ഗ്രൂപ്പായ എച്ചിനകത്ത് എം എലമെന്റ്സ് ഉണ്ടാവും. ആ എം എന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആവും. അപ്പോൾ നമ്മൾ തിയറം പറയണത് ദെൻ എം ഡിവൈഡ്സ് എൻ. എം എന്നത് എന്നിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിന് ഈ തിയറത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്, ഏതൊരു ഫൈനൈറ്റ് ഗ്രൂപ്പ് എടുത്താലും അതിൻ്റെ സബ് ഗ്രൂപ്പുകളുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിവൈസേഴ്സ് ഓഫ് ഓർഡർ ഓഫ് ജി. ഇപ്പോൾ 10 ഓർഡറുള്ള ഒരു ഗ്രൂപ്പ് ജി എന്ന ഗ്രൂപ്പിൻ്റെ ഓർഡർ 10 ആണെങ്കിൽ അതിൻ്റെ സബ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10നെ ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് 1 ഓർഡറിൽ ഉണ്ടാവാം, 2 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് ഉണ്ടാവാം, പിന്നെ 5 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് ഉണ്ടാവാം. ആ ഗ്രൂപ്പിന് ഒരിക്കലും 3 ഓർഡറുള്ളതോ 4 ഓർഡറുള്ളതോ അല്ലെങ്കിൽ 7 ഓർഡറുള്ള സബ് ഗ്രൂപ്പുകൾ ഉണ്ടാവില്ല. ഓക്കെ, അതാണ് നമ്മളെ തിയറത്തിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ സപ്പോസ് ചെയ്തു എച്ച് ഈസ് എ ഗ്രൂപ്പ്, എച്ച് ഈസ് എ ഫൈനൈറ്റ് ഗ്രൂപ്പ് സപ്പോസ് ചെയ്യാണ്. സപ്പോസ് ഓർഡർ ഓഫ് ജി ഇസ് ഈക്വൽ ടു suppose order of G is equal to n എടുത്തു and H is a subgroup of G with order of H is equal to m. നമ്മൾ രണ്ട് സപ്പോസ് ചെയ്തു. G ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പാണ്, അതിൻ്റെ ഓർഡർ n ആണ്. H എന്നത് ജിയുടെ സബ് ഗ്രൂപ്പാണ്, അതിൻ്റെ ഓർഡർ m ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്? ഈ എച്ചിൻ്റെ ലെഫ്റ്റ് കോസെറ്റ് ഡീകമ്പോസിഷൻസ് എടുക്കണം. നമുക്കറിയാം എന്താ ലെഫ്റ്റ് കോസെറ്റ് ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് ജി നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ജി ഇസ് ഈക്വൽ ടു എച്ച് എ യൂണിയൻ ലെഫ്റ്റ് ആണ്, സോറി ഏത് എടുക്കാട്ടോ, ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും കുഴപ്പമില്ല. എ എച്ച് യൂണിയൻ ബി എച്ച്, എ വൺ എച്ച് യൂണിയൻ എ ടു എച്ച് യൂണിയൻ എക്സെട്ര എ ആർ എച്ച് എന്ന് എഴുതാൻ പറ്റും അല്ലേ? അതായത് എ വൺ എച്ച് എന്നുള്ളത് ലെഫ്റ്റ് കോസെറ്റ് കണ്ടെയ്നിങ് എ വൺ ആണ്, എ ടു എച്ച് എന്നുള്ളത് ലെഫ്റ്റ് കോസെറ്റ് കണ്ടെയ്നിങ് എ ടു ആണ്. അങ്ങനെ നമുക്ക് ഡിസ്ജോയിൻ്റ് ആയ കുറേ ലെഫ്റ്റ് കോസെറ്റ് കിട്ടും. അതിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് ജി കിട്ടും. ഓക്കെ, ലെറ്റ് ജി ഇസ് ഈക്വൽ ടു ജിനെ കിട്ടും. ജി എന്ന ഗ്രൂപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെഫ്റ്റ് കോസെറ്റുകളുടെ യൂണിയൻ ആയിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ, ഡിസ്ജോയിൻ്റ് ആയ ലെഫ്റ്റ് കോസെറ്റുകളുടെ യൂണിയൻ ആയിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് the left coset decomposition. Okay, അപ്പോൾ left coset decomposition of H എന്ന് പറഞ്ഞാൽ the group G can be written as the union of disjoint left cosets of H. അങ്ങനെ നമ്മൾ എഴുതുന്ന ജിയുടെ ഡീകമ്പോസിഷൻ, എച്ചിൻ്റെ ലെഫ്റ്റ് കോസെറ്റ് ഡീകമ്പോസിഷനകത്ത് ആർ നമ്പർ എന്തുണ്ട്? ലെഫ്റ്റ് കോസെറ്റ് ഉണ്ട്. എ വൺ എ ടു എ ത്രീ എക്സെട്ര എ ആർ എന്ന എത്ര ഉണ്ട്? ലെഫ്റ്റ് കോസെറ്റ് ഉണ്ട്. അതെടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ
നമ്മൾ എടുത്ത് ഓർഡർ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു എം ആണ്. എന്ത് ചെയ്തു, ലെഫ്റ്റ് കോസറ്റ് ഡീകമ്പോസിഷൻ എടുക്കുകയാണ്. അതായത് ജി ഇസ് ഈക്വൽ ടു A1H യൂണിയൻ A2H യൂണിയൻ എക്സെട്ര ARH. അതായത് ആർ ലെഫ്റ്റ് കോസറ്റുകളുടെ യൂണിയൻ ആണ് എച്ച് എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ദെൻ നമുക്കറിയാം ഓരോ ലെഫ്റ്റ് കോസറ്റിലും ഉള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എച്ചിലെ നമ്പർ ഓഫ് എലമെന്റ്സിന് സെയിം ആയിരിക്കും അല്ലേ. അതായത് നമ്മൾ ഇതിന്റെ മുന്നത്തെ ലെമ്മ പ്രകാരം cardinality of H is equal to cardinality of H A1H is equal to cardinality of A2H അല്ലേ. അത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, എച്ചിന്റെ കാർഡിനാലിറ്റി എം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് ജി ഇസ് ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് A1H യൂണിയൻ കാർഡിനാലിറ്റി ഓഫ് A2H യൂണിയൻ എക്സെട്ര കാർഡിനാലിറ്റി ഓഫ് ARH ആവില്ലേ അല്ലേ. ഇതൊക്കെ എന്താണ്, എം ആണ്. Therefore we can get cardinality of G is equal to M plus etc. M എത്ര ടൈംസ് ആണ്, R times. Okay, that is cardinality of G എന്താ, N is equal to M plus etc. M R times ആണ്. Therefore N is equal to R into M അല്ലേ. N is equal to നമുക്ക് എന്ത് കിട്ടി, R into M എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, R എന്നത് ഒരു ഇൻറ്റീജർ ആണ്, നമ്പർ ആണ്, അപ്പോൾ ഇൻറ്റീജർ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും M divides N or M is a divisor of N. That is, we get the order of H is a divisor of order of G. അല്ലെങ്കിൽ order of the subgroup is a divisor of order of the group. Okay, ഇതാണ് നമ്മൾ തിയറം. എന്നിട്ട് G എന്നുള്ളത് ഫൈനൈറ്റ് ഗ്രൂപ്പ് എടുത്തു, ഓർഡർ N ആണ്. H എന്നുള്ളത് സബ് ഗ്രൂപ്പ് ഓഫ് G ആണ്, അതിൻ്റെ ഓർഡർ M ആണ്. ദെൻ കൺസിഡർ ദ ലെഫ്റ്റ് കോസറ്റ് ഡീകമ്പോസിഷൻ ഓഫ് H എടുത്തു. അതിനകത്ത് 6 സെൽസ് ഇൻ ടു ദ പാർട്ടീഷൻ, 6 സെൽസ് ഉണ്ടെന്ന് എടുത്തു. അതായത് അവിടെ 6 ലെഫ്റ്റ് കോസറ്റ്സ് ഉണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ട്. നമുക്കറിയാം H എന്നുള്ളത് M എലമെന്റ്സ് ഉള്ള ഒരു സബ് ഗ്രൂപ്പാണ്. അതിൻ്റെ എല്ലാ ലെഫ്റ്റ് കോസറ്റിനകത്തും M എലമെന്റ്സ് ഉണ്ടാവും നമ്മളിതിന് മുന്നത്തെ ലെമ്മ പ്രകാരം. അതായത് കാർഡിനാലിറ്റി ഓഫ് G എന്ന് പറഞ്ഞാൽ കാർഡിനാലിറ്റി ഓഫ് A1H പ്ലസ് കാർഡിനാലിറ്റി ഓഫ് A2H പ്ലസ് എക്സെട്ര കാർഡിനാലിറ്റി ഓഫ് ARH ആയിരിക്കും. That is M1, M plus M etc. R times ഉണ്ടാവും. Therefore cardinality of G is equal to R into M എന്ന് കിട്ടും. That is M is a divisor of N. It is the order of H is the divisor of the order of G. ഇതാണ് നമ്മൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയ തിയറാണ്. ഇനി ഈ തിയറത്തിന് 2 കൊറോളറിയും കൂടി ഉണ്ട്, അതുകൂടി നമ്മൾ നോക്കാം. കൊറോളറി ഇതാണ്, എവറി ഗ്രൂപ്പ് ഓഫ് പ്രൈം ഓർഡർ ഈസ് സൈക്ലിക്. അതായത് പ്രൈം ഓർഡർ ഉള്ള ഏത് ഗ്രൂപ്പും സൈക്ലിക് ആയിരിക്കും. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോസ് ചെയ്തു G ഈസ് എ ഗ്രൂപ്പ്. G ഒരു ഗ്രൂപ്പാണ്, അതിൻ്റെ ഓർഡർ P ആണ്, വേർ P ഈസ് പ്രൈം. P ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ പ്രൈം ഓർഡറുള്ള ഒരു ഗ്രൂപ്പാണ് G. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, A ബിലോങ്സ് ടു G എടുത്തു. A എന്നത് Gക്ക് അകത്തെടുത്തു. അവിടെ കണ്ടീഷൻ ഉണ്ട്, A ഈസ് നോട്ട് ഈക്വൽ ടു E. E എന്താവാൻ പാടില്ല, ഐഡന്റിറ്റി എലമെന്റ് അല്ലാത്ത മറ്റൊരു എലമെന്റ് ആണ് ആര്, A എന്നെടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ്. അതായത് ഇവിടെ എന്തുണ്ടാവുക, A⁻0, A⁻1, A² എക്സെട്ര അല്ലേ, ഇങ്ങനെ ഉണ്ടാവണം സെറ്റ് കൺസിഡർ ചെയ്തു. സബ് ഗ്രൂപ്പ്, ദ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടാവും, മിനിമം A⁻0 പറഞ്ഞാൽ ആരാണ്, E ആണ് അല്ലേ.
അപ്പോൾ നമുക്ക് എന്താ പറയാം, സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എക്കകത്ത് ഈ ഒരു എലമെന്റ് ഉണ്ട്, പിന്നെ a⁻1 എന്ന് പറഞ്ഞാൽ എ ഉണ്ട്, പിന്നെ ബാക്കി എത്ര എലമെന്റ്സ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. Therefore the cardinality of cyclic group generated by A is always greater than or is equal to 2. ഇത് എപ്പോഴും എന്തായിരിക്കും, രണ്ടോ രണ്ടിൽ കൂടുതൽ അല്ലേ. ഈ ഒരു എലമെന്റ് ഉണ്ട്, എ ഒരു എലമെന്റ് ഉണ്ട്, അപ്പം മിനിമം ഈ സെറ്റിന്റെ കാർഡിനാലിറ്റി 2 ആയിരിക്കും. ചിലപ്പോൾ അതിൽ കൂടുതൽ, അപ്പോൾ a² ഇവിടെ ഉണ്ടെന്ന് കരുതുക, അപ്പോൾ ഇതിന് കാർഡിനാലിറ്റി എന്തായി 3 ആവും. a³ ഉണ്ടെങ്കിൽ കാർഡിനാലിറ്റി എന്താവും, 4 ആവും. അങ്ങനെ കൂടി കൂടി വരും. ഓക്കെ, അപ്പോൾ ദ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ, അതിൻ്റെ ഓർഡർ എത്രയാണ്, 2 ആണ്. സോറി, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ദ കാർഡിനാലിറ്റി ഓഫ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എക്ക് എം എന്ന് പേര് കൊടുത്തു. ദ കാർഡിനാലിറ്റി ഓഫ് ദ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എം, എ ഈസ് എം. അതായത് എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പിന്റെ ഓർഡർ എം ആണ്. അപ്പോൾ നമുക്കിവിടുന്ന് പറയാൻ പറ്റും, the cyclic group generated by A is a subgroup. The cyclic group generated by A is a subgroup of G ആണ്. G എന്ന ഗ്രൂപ്പിന്റെ സബ്ഗ്രൂപ്പ് ആണ് cyclic group generated by A. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലെമ പ്രകാരം M is the divisor of P ആവണം. M എന്നത് Pയുടെ ഡിവൈസർ ആവണം അല്ലേ. പക്ഷെ പി എന്താണ്, പ്രൈം ആണ്. പ്രൈമിനെ ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്, 1ഉം പിയും മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് എം എന്തായിരിക്കും, ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് അറിയുന്ന കണ്ടീഷനാണ് എം ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ എം എന്നത് പിനെ ഡിവൈഡ് ചെയ്യണം, എന്താവാൻ പാടില്ല, 2നേക്കാൾ കൂടുതലാണ്, അപ്പോൾ 1 ആവില്ല. സോ പിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരേ ഒരു നമ്പർ പിന്നെ ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ, പി. Therefore m is equal to p. മനസ്സിലായോ? അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ, അതിന്റെ ഓർഡർ എം ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ എം എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കും. നമ്മളെ ലഗ്രാഞ്ച് തിയറം പ്രകാരം ഓർഡർ ഓഫ് ദ സബ് ഗ്രൂപ്പ് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ്. അപ്പോൾ സബ് ഗ്രൂപ്പിന്റെ ഓർഡർ ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അതായത് എം എന്നത് പി എന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്യണം. പക്ഷെ നമുക്ക് പി എന്ന നമ്പർ എന്താണ്, ഇറ്റ്സ് എ പ്രൈം നമ്പർ. പ്രൈം നമ്പർ നമുക്ക് ഏത് നമ്പേഴ്സ് കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, 1 കൊണ്ടും പി കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എം ഒരിക്കലും എന്തല്ല, 1 അല്ല, കാരണം എമ്മിന്റെ വില 2ഓ അതിൽ കൂടുതലാണ്. അപ്പോൾ എം ഈസ് നോട്ട് ഈക്വൽ ടു 1. അപ്പോൾ എം എന്തായിരിക്കണം, പി ആയിരിക്കണം. ഓക്കെ, അതായത് വി ക്യാൻ സേ ദാറ്റ് the order of cyclic group generated by the cyclic group generated by A is G. G എന്താണ്, cyclic group generated by A ആയിരിക്കും. That implies G is cyclic. G എന്നത് cyclic ആണ്. അപ്പോൾ G എന്നത് ഒരു പ്രൈം ഓർഡർ ഉള്ള സബ് ഗ്രൂപ്പ് ആണെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും, സൈക്ലിക് ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളെ ഒരു കൊറോളറി. അതാണ് ഇവിടെ എഴുതിയത്. ലെറ്റ് G be a group of order P where P is a prime number. Let A be an element of G different from the identity element. ഈ അല്ലാത്തൊരു എലമെന്റ് ആയിട്ട് A എടുത്തു. അങ്ങനെയാണെങ്കിൽ സൈക്ലിക് ഗ്രൂപ്പ് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്ന് എടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് അറ്റ്ലീസ്റ്റ് 2 എലമെന്റ്സ് ഉണ്ടാവും, ഒന്ന് ഇയും ഉണ്ടാവും, ഒന്ന് എയും ഉണ്ടാവും, പിന്നെ a² ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അതായത് ഓർഡർ ഓഫ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്ന് പറഞ്ഞത് അതിന് നമ്മൾ എം എന്ന് പേര് കൊടുത്തു. അപ്പോൾ എം ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കും. 2 എലമെന്റ്സ് എന്തായാലും ഉണ്ട്. അപ്പോൾ എം ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇനി നമ്മൾ ലഗ്രാഞ്ച് തിയറം പ്രകാരം ഓർഡർ ഓഫ് ദ സബ് ഗ്രൂപ്പ്സ് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ് എന്നാണ്. അതായത് എം ഡിവൈഡ്സ് പി ആണ്. പി ഒരു പ്രൈം നമ്പർ ആണ്. പ്രൈം നമ്പറിന് നമുക്ക് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, 1 കൊണ്ടും അതേ നമ്പർ കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എം ഒന്നുമില്ലെങ്കിൽ എം ഈക്വൽ ടു 1 ആവണം, ഓർ എം ഈക്വൽ ടു പി ആവണം. പക്ഷെ എം നമുക്ക് എന്ത് തന്നുണ്ട്, അതർവൈസ് എം ഈസ് ഈക്വൽ ടു 1 ഓർ എം ഈസ് ഈക്വൽ ടു പി, 2 ചോയ്സേ ഉള്ളൂ. പക്ഷെ എം ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് നമുക്ക് എന്താ വരില്ല, എം ഒരിക്കലും 1 വരില്ല,
therefore m equal to p. therefore g is equal to, അതായത് നമ്മളെ ഗ്രൂപ്പും നമ്മളെ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എയും സെയിം ആണ്. അതായത് g എന്നുള്ളത് എന്താണ്, സൈക്ലിക് ആണ്. നെക്സ്റ്റ് ഒരു ലാസ്റ്റ് ഒരു കൊറോളറിയും കൂടി ഉണ്ട്. The order of an element of a finite group divides the order of the group. അതായത് ഏതൊരു ഫൈനൈറ്റ് ഗ്രൂപ്പ് എടുത്താലും അതിലെ എലമെന്റ്സിന്റെ ഓർഡർ എന്നത് ഓർഡർ ഓഫ് ദ ഗ്രൂപ്പിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതൊരു എലമെന്റിന്റെ ഓർഡർ m ആണ് എങ്കിൽ ഗ്രൂപ്പിന്റെ ഓർഡർ n ആണെങ്കിൽ m ഡിവൈഡ്സ് n ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു എച്ച് ബി എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ n. എച്ച് എന്നത് ഫൈനൈറ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ n ആണ്. ഇറ്റ് ഈസ് ഓർഡർ ഓഫ് g is equal to n. Let A be an element of G of order m. അതായത് ഓർഡർ ഓഫ് എ is equal to എന്താ പറയുക, ഓർഡർ ഓഫ് എ is equal to m ആണ്. ഓർഡർ ഓഫ് എ is equal to m എന്ന് പറഞ്ഞാൽ അറിയാം, a raised to m is equal to, that implies a raised to m is equal to എന്താണ്, ഐഡന്റിറ്റി ആണ്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. Now consider the cyclic subgroup generated by A. A കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് എടുത്തു. അപ്പോൾ അതിനകത്ത് ആരൊക്കെ ഉണ്ടാവുക, the cyclic group generated by A എടുത്താൽ അതിനകത്ത് ആരുണ്ടാവും, a raised to 0, a raised to 1, a square etc, a raised to m അല്ലേ. a raised to m വരില്ല, a raised to m ഐഡന്റിറ്റി ആണ് വരിക. a raised to m minus 1 വരെ വരും, a raised to m minus 1 വരെ വരും. that is e a square etc a raised to m minus 1. അടുത്ത ടേം എന്തുണ്ടാവുക, a raised to m ആണ് ഇതിനടുത്ത അതുണ്ടാവുക. ആ a raised to m എന്ന് പറഞ്ഞാൽ എന്താണ്, which is equal to e. ഓക്കെ, അപ്പോൾ ഒരു സെറ്റിനകത്ത് ഒരു വട്ടം എഴുതാൻ പാടും, അപ്പോൾ a raised to m ഉണ്ടാവില്ല. അപ്പോൾ ഇതിനകത്ത് ഓർഡർ ഓഫ് കാർഡിനാലിറ്റി ഓഫ് എ എന്താ ഒരു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്ന് പറഞ്ഞാൽ m ആവും അല്ലേ. ഇ എ സ്ക്വയർ എക്സെട്ര എ റേസ് ടു m minus 1. ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ട് അല്ലേ, m minus 1 എയുടെ പവേഴ്സും ഉണ്ട്, പിന്നെ ഇ ഉണ്ട്. അപ്പോൾ m എലമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, അതായത് നമുക്ക് കിട്ടി ഓർഡർ ഓഫ് എ is equal to order of the cyclic subgroup generated by A is equal to m. A എന്ന എലമെന്റിന്റെ ഓർഡറും ആ എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിന്റെ ഓർഡറും m ആയിരിക്കും. അങ്ങനെ നമ്മൾ ലഗ്രാഞ്ച് തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റണം, ഇത് സൈക്ലിക് സബ് ഗ്രൂപ്പാണ്, അതിന്റെ ഓർഡർ ആരെ ഡിവൈഡ് ചെയ്യണം, ഗ്രൂപ്പിന്റെ ഓർഡർ അല്ലേ. m ഡിവൈഡ്സ് n ആണ്, m ഡിവൈഡ്സ് n. therefore order of A divides order of G. order of A എന്നുള്ളത് order of G നെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മളെ ലെമ്മ പറയണത്. ഇതാണ് അപ്പോൾ the cyclic group generated by A, then we know that the order of an element or an element is same as the order of cyclic group generated by that element. അതായത് എ എന്ന എലമെന്റിന്റെ ഓർഡറും എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിന്റെ ഓർഡറും സെയിം ആയിരിക്കും. അതായത് നമുക്ക് പറയാൻ പറ്റും രണ്ട് m ആണ്. അപ്പോൾ ഓർഡർ ഓഫ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ഈസ് m ആണ്. അപ്പോൾ ലഗ്രാഞ്ച് തിയറം പ്രകാരം m ഡിവൈഡ്സ് n ആണ്. therefore the order of an element divides the order of the group. Okay, thank you.